ഹലോ മക്കളെ, എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുമായിരിക്കും അല്ലേ? അപ്പം നിങ്ങളെ പോലെ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളും ഇവിടെ ഉള്ളത്. കാരണം സൈലത്തിൻ്റെ ഒരു വലിയ വിജയമാണ് നമ്മളൊക്കെ കണ്ടു കഴിയുന്നത്. ഒരുപക്ഷെ SLCൻ്റെ റിസൾട്ടൊക്കെ വരുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന മിസ്സേ ടെൻഷൻ ആവുന്നു, എങ്ങനെയാകും റിസൾട്ട് എന്ന് എന്താണ് എല്ലാവരോടും പറയേണ്ടിയിരുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ മെസ്സേജ് അയക്കുന്നത് വളരെ സന്തോഷത്തിലാണ് മിസ്സേ, നിങ്ങളൊക്കെ അതായത് ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് കൂടെ ആ സന്തോഷത്തിൻ്റെ ഒരു റിസൾട്ടാണ്, ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നേടി കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ A+ ആണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുൾ A+ എന്നുള്ളതല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ അങ്ങേയറ്റത്തെ റിസൾട്ട് എന്ത് തന്നെയായാലും അത് നേടിയെടുത്തത് എന്ന് പറയാൻ നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളും ഞങ്ങളും ഒരേപോലെ ആ കാത്തിരുന്ന ദിവസമാണ് മെയ് 15-ാം തീയതി വരാൻ പോകുന്നത്, നമ്മുടെ എക്സലൻസ് അവാർഡ് എന്ന് പറയുന്നത് അല്ലേ. കാരണം മിസ് നേരത്തെ പറഞ്ഞ പോലെ ഫുൾ A+ എന്ന് ഉള്ളതല്ല, നമ്മൾ എത്രത്തോളം പഠിച്ച് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തോ, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് നേടിയെടുത്തോ ആ റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ A+കളുടെ എണ്ണം കൊണ്ടല്ല അതെന്ത് ചെയ്യുന്നത്, കണക്കെടുക്കുന്നത്. അതുകൊണ്ട് ഏത് റിസൾട്ട് കിട്ടിയാലും ഇപ്പം A+കൾ എത്രയാണെങ്കിൽ കൂടെ നിങ്ങളെ എല്ലാവരെയും കാണാൻ വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ ടീച്ചേഴ്സും സൈലം ഫാമിലി മുഴുവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ മെയ് 15-ാം തീയതി കോഴിക്കോട് ട്രേഡ് സെൻറ്ററിലേക്ക് വരിക, ഞങ്ങളൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് അവാർഡുകൾ തരാനും. മാത്രമല്ല നിങ്ങൾ ഏത് റിസൾട്ട് എങ്ങനെയുള്ളവരാണെങ്കിലും SLC ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ, അതിൽ എന്ത് റിസൾട്ട് തന്നെ ആയാലും നിങ്ങളെ ഒന്ന് കാണുക, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ആ റിസൾട്ട് നേടിയെടുത്തതിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് ആ സന്തോഷം കാണാനാണ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക നിങ്ങൾ ഫാമിലിക്കായിട്ട് വരികയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ 15-ാം തീയതി രാവിലെ ഒരു 9 മണിയോടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അപ്പം പ്രോഗ്രാമിന് വൈകി ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ടാകും. കുറേ കുട്ടികൾ ഇപ്പം തന്നെ മെസ്സേജസ് അയച്ച് കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് എങ്ങനെയാണ് എത്തേണ്ടതെന്നൊക്കെ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്, നിങ്ങൾ പരമാവധി നേരത്തെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്താൻ നോക്കുക. അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട്, അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു ദിവസം എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന കുട്ടികൾക്കും നിങ്ങളുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് വലിയൊരു മോട്ടിവേഷനാണ്. നിങ്ങൾ നേടിയെടുത്തത് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാം. അപ്പോൾ മറക്കണ്ട, മെയ് 15-ാം തീയതി ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. സീ യു ദേർ. ബൈ.